ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിന്ദി പ്രസമിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഭക്തികാലിൻ്റെ തന്നെ ബാക്കി നോട്ടുമായിട്ടാണ്. ഭക്തികാലിൽ നിർഗുൺ ശാഖയും ദുർഗുൺ ധാര അവർ സഗുൺ ധാര രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നിർഗുൺ ധാരയുടെ ജ്ഞാൻ മാർഗി ശാഖ സന്ത് കാവ്യധാര, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിർഗുൺ ധാരയുടെ പ്രേം മാർഗി യാ സൂഫി കാവ്യ. അപ്പം ഇതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. ഈ ഹിന്ദി പ്രസം എന്ന ചാനൽ ഹിന്ദി ബേസ് ചെയ്ത PSC പരീക്ഷകൾക്കും കേറ്ററ്റ് സെറ്റ് നെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നോട്ടിലേക്ക് പോകാം. പ്രേമാശ്രയി കാവ്യധാര, പ്രേമാശ്രയി കാവ്യധാര യാ സൂഫി കാവ്യ. അപ്പം രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ നിർഗുണിലെ പ്രേമാശ്രയി കാവ്യധാരയുടെ മറ്റൊരു പേരാണ് സൂഫി കാവ്യ. അത് രണ്ട് വ്യക്തികൾ പേര് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ആ നോട്ടൊക്കെ ഒന്നോടെ നോക്കാത്തവർ സന്ത് കാവ്യത്തിൻ്റെ തുടക്കത്തിൽ ആരാണ് പ്രേമാശ്രയി കാവ്യധാര എന്ന പേര് കൊടുത്തതെന്നും സൂഫി കാവ്യധാര എന്ന പേര് കൊടുത്തതെന്നൊക്കെ പറഞ്ഞതാണ്. ഒന്ന് നോക്കണം. जिन निर्गुण भक्त कवियों के द्वारा प्रेम को मुख्य विषय बनाकर ईश्वर की उपासना की गई, इसके आधार पर काव्य रचना की गई, उसे ही പ്രേമാശ്രയി കാവ്യധാര कहा जाता है. അപ്പം നിർഗുൺ തന്നെയാണ് പ്രേം കോ മുഖ്യ വിഷയം ബനാക്കർ. അവരുടെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞത് പ്രേമാണ്. പ്രേമിനെ മുഖ്യ വിഷയമായിട്ട് ഈശ്വരന്റെ ഉപാസന ചെയ്യുന്നവരാണ് പ്രേമാശ്രയി കാവ്യധാര. നാംകരൺ, നമ്മൾ ആദ്യം പറഞ്ഞ നാംകരണിന്റെ സമസ്യയാണ്. അതൊന്നുകൂടി ഒന്ന് നോക്കാം. നാംകരണിക്ക് സമസ്യ. അപ്പൊ പ്രേമാശ്രയി കാവ്യധാര എന്ന് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ രചനാ രീതിയെ പേര് കൊടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. സൂഫി കാവ്യ യാ പ്രേം കാവ്യ എന്ന് പേര് കൊടുത്തത് രാംകുമാർ വർമ്മയാണ്. റൊമാൻസിക് കാവ്യധാര എന്ന് പേര് കൊടുത്തത് ഗണപതി ചന്ദ്ര ഗുപ്താണ്. അപ്പൊ ഗണപതി ചന്ദ്ര ഗുപ്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക് ഇതിഹാസ്. ഇത് പരീക്ഷകൾക്ക് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിന്റെ പേരാണ് ഹിന്ദി സാഹിത്യക വൈജ്ഞാനിക് ഇതിഹാസ്. അപ്പൊ നാമകരണം ഒന്ന് നോക്കി വെക്കണം. ഒരുപാടൊന്നുമില്ല, ആദ്യകാലിനെ പോലെ നമുക്ക് ഒരുപാട് നാമകരണമൊന്നുമില്ല. പ്രേമാശ്രയി ശുക്ല്, സൂഫി കാവ്യധാര യാ പ്രേം കാവ്യ രാംകുമാർ വർമ്മ, റൊമാൻസിക് കാവ്യധാര ഗണപതി ചന്ദ്ര ഗുപ്ത്. ഇനി സൂഫി എന്ന ശബ്ദം എവിടെ നിന്ന് വന്നത് എന്ന് നമുക്ക് നോക്കാം. മനസ വാച കർമ്മണ ശുദ്ധ स्वात्विक एवं ईश्वर की आराधना में मग्न एवं सांस्कारिकता के दूर रहने वाले व्यक्ति को सूफी कहा जाता है. അപ്പോൾ സൂഫി കാവ്യധാര എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയിൽ മുഴുകിയിരിക്കുന്ന, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ ഈശ്വര ആരാധനയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികളെയാണ് സൂഫി എന്ന് നമ്മൾ പറയുന്നത്. സൂഫി ശബ്ദക്ക് അർത്ഥ അല്ലെങ്കിൽ ഉത്പത്തി, അത് എവിടെ നിന്നുണ്ടായി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നതിൽ നോക്കാം. സഫ എന്ന വാക്കിൽ നിന്നാണ് സൂഫി വാക്കുണ്ടായത്. സഫ എന്ന വാക്കിൻ്റെ അർത്ഥം പവിത്രത എന്നാണ്. നെക്സ്റ്റ് സൂഫ, പലരുടെയും രായാട്ടോ, ഓരോരുത്തരുടെ അഭിപ്രായം വേറെ വേറെയാണ്. അപ്പോൾ അത് പല അഭിപ്രായം വരുന്നതാണ്. അപ്പോൾ സഫ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായി എന്ന് കുറേ പേര് പറയുന്നു. സഫ വാക്കിക്ക് അർത്ഥ പവിത്ര. സൂഫ വാക്ക് സെ ഹുവ, സൂഫാക്ക അർത്ഥ അറബ് ജാതി, ഒരു തരത്തിലുള്ള അറബ് ജാതിയാണ് സൂഫ. സൂഫ് എന്ന് വെച്ചാൽ ഊൻ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. സോഫിയ എന്ന വാക്കിൽ നിന്നാണ് സൂഫി ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. സോഫിയക്ക അർത്ഥ ജ്ഞാൻ കാ പ്രതീക്, സോഫിയയുടെ അർത്ഥം ജ്ഞാൻ കാ പ്രതീക് എന്നാണ്. അപ്പം ഏറ്റവും മാന്യമായ മതം, ഏറ്റവും എല്ലാവരും അംഗീകരിച്ചത് സൂഫ് എന്ന വാക്ക്, അതായത് ഊൻ എന്ന അർത്ഥത്തിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഓർക്കുക, ഊൻ എന്ന വാക്കിൽ നിന്നാണ്, അതായത് സൂഫ് എന്ന അർത്ഥമുള്ള അതിൻ്റെ അർത്ഥം ഊനാണ്, അതിൽ നിന്നാണ് സൂഫി എന്ന വാക്കുണ്ടായതാണ് സർവമാന്യ മത്. സൂഫി കാവ്യക്ക് വിശേഷതായി, അതിൻ്റെ വിശേഷത. അപ്പോൾ നമ്മൾ സന്ത് കാവ്യം പറഞ്ഞതുപോലെ ഇതിലെയും ഒരു പ്രത്യേകതയാണ് ഗുരു കാ മഹത്വം. അപ്പോൾ രണ്ടിലും, സന്ത് കാവ്യത്തിലും സൂഫി കാവ്യത്തിലും അവർ ഗുരുവിന് വളരെയധികം മഹത്വം കൊടുത്തിരുന്നു. നെക്സ്റ്റ് പ്രേമതത്വക്ക് പ്രധാനത. പക്ഷെ സന്ത് കാവ്യത്തിൽ പ്രേമതത്വമില്ല, സൂഫിയിൽ പ്രേമതത്വമുണ്ട്. अपनी रचनाओं के नामकरण नायिकाओं के नाम पर किया गया. അപ്പോൾ ഈ
സൂഫി കാവ്യങ്ങളിൽ കൂടുതൽ രചനകൾ നായികയുടെ പേരിലാണ് രചനകൾ വരുന്നത്. രചനകളുടെ മിക്കതിൻ്റെയും പേര് നായികയുടെ പേരാണ്. लोग जीवन का स्वाभाविक चित्रण, इसमें वियोग श्रृंगार रस की प्रधानता होते हैं. ഇപ്പോൾ ശൃംഗാര രസ്, പ്രേമകാവ്യം എന്ന് പറഞ്ഞു, ശൃംഗാര രസാണ് പ്രധാനം. അതിനകത്ത് വിയോഗ ശൃംഗാറാണ് കൂടുതലും പ്രധാനം. अधिकतर कवि मुसलमान है, लेकिन काव्यों का कथन हिंदू नायक नाയികവും की ചരിത്ര पर ആധാരിത്. അപ്പോൾ എഴുത്തുകാർ അധികവും മുസൽമാനാണ്, പക്ഷേ നായകനും നായികയും ഹിന്ദു ചരിത്രത്തിൽ നിന്നെടുത്ത നായകനും നായികയാണ്. നെക്സ്റ്റ് മസ്നവി ശൈലി കാ പ്രയോഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മസ്നവി ശൈലി എന്ന് വെച്ചാൽ ഒരു കാവ്യം തുടങ്ങുമ്പോൾ അതിന് ഓരോ രീതികളുണ്ട്. അതായത് ഈ മസ്നവി ശൈലിയിലുള്ള കാവ്യം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അവർ ഈശ്വര സ്തുതി, ആദ്യം തന്നെ ഈശ്വരനെ സ്തുതിക്കുന്നു ഉള്ള വരികളുണ്ടാവും. അത് കഴിഞ്ഞ് പൈഗംബർ എന്ന് വെച്ചാൽ വഴികാട്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആളുണ്ടാവുമല്ലോ, ഒരു പ്രതിപുരുഷനായിട്ട്, ഒരു മതത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അപ്പോൾ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ സമകാലീൻ രാജാക്ക് പ്രശംസ. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സമയത്തെ രാജാവ് ആരാണോ ആ രാജാവിനെ പ്രശംസിച്ചു. ഫോർത്ത് സ്റ്റെപ്പായിട്ടാണ് കഥാക്കി ശുരുവാത്ത്. അപ്പം അങ്ങനെയാണ് മസ്നവി ശൈലി വരുന്നത്. ആദ്യം ഈശ്വരനെ സ്തുതിക്കും, പിന്നെ പൈഗംബറിനെ സ്തുതിക്കും, അല്ലെങ്കിൽ സമകാലി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ രാജാവിനെയും കൂടി സ്തുതിച്ചിട്ടാണ് നമ്മുടെ കഥ ആരംഭിക്കുകയുള്ളൂ. അതാണ് മസ്നവി ശൈലി. അപ്പോൾ ഈ മസ്നവി ശൈലി എന്നാന്ന് ചിലപ്പോൾ എടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ ഈ സൂഫി കാവ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, മസ്നബി എന്ന് ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ മസ്നവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വയ്ക്കണം. नेक्स्ट, भारतीय प्रणय साधना में ईश्वर को पति और भक्त को पत्नी के रूप में कल्पना की गई है, लेकिन सूफियों में ईश्वर को पत्नी रूप में कल्पना की है और भक्त को पति के रूप में. നമ്മുടെ ഭാരതീയ സാധന അനുസരിച്ച് പതിയാണ്, അതായത് പതി അല്ലെങ്കിൽ കാമുകൻ ആണ് നമ്മുടെ ഈശ്വരനായിട്ട് കാണുന്നത്. പതി അല്ലെങ്കിൽ കാമുകനെ ഈശ്വരനായിട്ട് കാണുന്നത്. ഈശ്വർക്കോ പതി, അപ്പം ഈശ്വരൻ പതിയുടെ രൂപത്തിലും ഭക്ത് പത്നിയുടെ രൂപത്തിലുമാണ് ഭാരതീയ പ്രണയ സാധനയിലുള്ളത്. പക്ഷേ മസ്നബി ശൈലിയിൽ അല്ലെങ്കിൽ സൂഫിയോക്ക് രചനാ ശൈലിയിൽ സ്ത്രീയാണ് ഈശ്വരൻ്റെ സ്ഥാനത്ത്, അതായത് പരമാത്മാ, ഈശ്വർ എന്നിവയുടെ സ്ഥാനത്ത് സ്ത്രീയും, പുരുഷ ആത്മായ മനുഷ്യ അല്ലെങ്കിൽ ഭക്ത്, പുരുഷ ഭക്തനും അല്ലെങ്കിൽ ആത്മാവ് സാധാരണ മനുഷ്യനായിട്ടും സ്ത്രീ ഈശ്വരനായിട്ടും പരമാത്മാവായിട്ടും ആ പ്രണയ സാധനയുടെ ഈശ്വരപ്രാപ്തി. അപ്പം ലൗകിക പ്രേമിലൂടെ അടുത്ത പോയിന്റ് നോക്കി, ലൗകിക് പ്രേം ധാര അലൗകിക് പ്രേം കെ പ്രാപ്തിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൗകികമായ പ്രേമത്തിലൂടെ ദൈവത്തിലേക്കുള്ള എത്തിച്ചേരൽ, അതാണ് സൂഫി കാവ്യത്തിൻ്റെ പ്രത്യേകത. जीव और ईश्वर के बीच മായ ഹെ ജിസെ ഗുരു ദൂർ കർത്ത ഹെ. ഗുരുവിന് കൂടുതൽ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീവനും ആത്മാവും ഈശ്വരനും ഇടയ്ക്കിൽ ഒരു മായ, ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ തടസ്സം വച്ചുകൊണ്ട് ഒരു മായ ഇടയ്ക്ക് വരും. അതിനെ നമ്മളുടെ ഗുരുവാണ് ദൂരെ കളയുന്നത്, അവരിടയിൽ നിന്നും ആ മായയെ എടുത്തു മാറ്റുന്നത്. സൂഫിയോ की प्रेम गाथाएं പ്രബന്ധ കാവ്യ ഹെ. അപ്പം അധികവും പ്രബന്ധ കാവ്യത്തിലാണ്. ഇസ്കി ഭാഷ അവധി ഹെ. അപ്പം മിക്ക സൂഫി കാവ്യങ്ങളും അവധിയാണ്. അപ്പം മിക്ക സൂഫി കാവ്യ ഇത് എടുത്തിട്ട് ഇത് ഏത് ലാംഗ്വേജ് എന്ന് വെച്ചാൽ അവധി തന്നെയാണ്. അവർ കൂടുതലും അവധിയിലാണ് എഴുതിയിരിക്കുന്നത്. ഭാരത് മേ ആനെ വാല പ്രഥം സൂഫി കവി, ഭാരതത്തിൽ വന്ന ആദ്യത്തെ സൂഫി കവിയാണ് മൊയ്നുദ്ദീൻ ചിസ്തി. മൊയ്നുദ്ദീൻ ചിസ്തിയാണ് ഭാരതത്തിൽ വന്ന ആദ്യത്തെ സൂഫി കവി. ഇനി സർവപ്രഥം സൂഫി കവി, സർവപ്രഥം അല്ലെങ്കിൽ ആദ്യത്തെ കവി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ഹിന്ദി സാഹിത്യത്തിൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ സർവപ്രഥം സൂഫി കവി, അപ്പം മാറിപ്പോകരുത്, ഹിന്ദിയിലെ ആദ്യത്തെ കവിയല്ല, സർവപ്രഥം സൂഫി കവിയാണ്. അത് പലരുടെയും അഭിപ്രായം പലതാണ്. നമുക്ക് ഓരോ ഇതിഹാസകാരൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുദുംബൻ, ആചാര്യ രാമചന്ദ്ര ശുക്ല के अनुसार സർവപ്രഥം യാ പെഹല സൂഫി കവി കുദുംബൻ ഹെ. മൃഗാവതി, കുദുംബൻ്റെ രചനയാണ് മൃഗാവതി. ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ അനുസാർ പെഹല സൂഫി കവി കുദുംബൻ ഹെ മൃഗാവതി. ഇത് പഠിക്കാൻ ചെറിയ ഇങ്ങനെ കുറച്ച് പേരുണ്ട്, ഇങ്ങനെ അത് പഠിക്കാൻ എളുപ്പത്തിന് 2-3 പേര് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും കോഡ് പോലെയൊക്കെ ഓർത്ത് വെച്ചാൽ പരീക്ഷയ്ക്കത് എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് രാമചന്ദ്ര ശുക്ല, രാമചന്ദ്രൻ. ഈ കുദുംബൻ എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ കുറുക്കൻ എന്നൊരു
കുറുക്കനല്ല കേട്ടോ, കുറുക്കൻ എന്നുള്ളൊരു പേരാണ് ഞാൻ ഓർത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മൃഗം, മൃഗാവതി, രചനയുടെ പേര് മൃഗാവതി. രാമചന്ദ്ര ശുക്ല മൃഗമായ കുറുക്കനെ കണ്ടു. കുറുക്കൻ എന്ന് ഓർക്കരുത്, കുതുമ്പനാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് ഓർമ്മയിലിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അങ്ങനെ നോക്കാം. അപ്പോൾ രാമചന്ദ്ര ശുക്ല കുറുക്കൻ മൃഗം. നെക്സ്റ്റ് ഈശ്വർദാസ്. ഈശ്വർദാസ് ആണ് പെഹല സൂഫി കവി എന്ന് പറഞ്ഞത്. ആചാര്യ ഹജാരി പ്രസാദ് ദ്വിവേദിയാണ്. ഈശ്വർദാസിൻ്റെ രചനയാണ് സത്യവതി കഥ. അത് ഓർക്കാൻ നല്ല എളുപ്പമുണ്ട്. ഇതിങ്ങനെയാണ്, അതായത് ഈശ്വരൻ സത്യവതി, ഈശ്വരൻ സത്യമല്ലേ പറയുള്ളൂ. ഹജാരി പ്രസാദ് ദ്വിവേദി അല്ലെങ്കിൽ ഹസാർ എന്ന് പറയുമ്പോൾ 1000. ഹസാർ ഈശ്വർ സത്യബോല അല്ലെങ്കിൽ ഹസാർ ഈശ്വർ കെ സാമനെ സത്യബോലാന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ സത്യം മാത്രമല്ലേ പറയുള്ളൂ. 1000 ഈശ്വരന്മാരുടെ മുമ്പിൽ സത്യം പറഞ്ഞു എന്നോ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഹസാർ ഈശ്വർ സത്യ. നെക്സ്റ്റ് അടുത്ത് നമ്മളല്ലാതെ തന്നെ നോക്കി വെക്കണം. അതിന് പ്രത്യേകം കോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് പഠിച്ചു വയ്ക്കും. അസായിത്താണ് സൂഫി കവി. അദ്ദേഹത്തിൻ്റെ രചനയാണ് ഹംസാവലി. അപ്പോൾ അസായിത്താണ് പെഹല സൂഫി കവി എന്ന് പറഞ്ഞത്. നഗേന്ദ്ര, മോത്തിലാൽ മേനരിയ, ഗണപതി ചന്ദ്ര ഗുപ്ത്. അപ്പോൾ ഈ 3 പേരായിൽ അസായിത്താണ് പെഹല സൂഫി കവി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മുല്ല ദാവൂദ്. രാംകുമാർ വർമ്മ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് മുല്ല ദാവൂദാണ് പെഹല സൂഫി കവി. മുല്ല ദാവൂദിൻ്റെ രചനയാണ് ചന്ദായൻ. അപ്പം അതിങ്ങനെ വേണ്ടി നോക്കി വയ്ക്കാം. രാംകുമാർ വർമ്മ ചന്തയിൽ പോയി മുല്ല മേടിച്ചു. അപ്പം മുല്ല ദാവൂദ് പെഹല സൂഫി കവിയാണ്. അദ്ദേഹമാണ് പെഹല സൂഫി കവി എന്ന് പറഞ്ഞത്. രാംകുമാർ വർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ രചനയുടെ പേര്, മുല്ല ദാവൂദിൻ്റെ രചനയുടെ പേര് ചന്ദായനാണ്. രാംകുമാർ വർമ്മ ചന്തയിൽ പോയി മുല്ല വാങ്ങി. അപ്പം അങ്ങനെ ഇതിങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ആ സൂഫി കവികളൊന്ന് നോക്കണം. ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. आचार्य रामचंद्र शुक्ल के अनुसार कुदुम्बन, उसकी रचना मृगावती. हजारी प्रसाद द्विवेदी के अनुसार ईश्वरदास, उसकी रचना सत्यवती कथा. और नगेंद्र मोतीलाल मेनरिया और गणपति चंद्रगुप्त, तीनों की राय में असाहित, उसका रचना हंसावली. रामकुमार वर्मा के अनुसार मुल्ला दाऊद, उसका रचना ചന്ദായൻ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളോട് ചോദിക്കും, ഇതൊരു ഒരാളുടെ അഭിപ്രായമല്ലാതെ പെഹല സൂഫി കവി ആരാണെന്ന് ചോദിച്ചാൽ ഒരു സർവ്വമാന്യം അത് നമ്മുടെ മുല്ല ദാവൂദാണ്. അപ്പം മുല്ല ദാവൂദാണ് പ്രഥമ സൂഫി കവിയായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രചനയാണ് പെഹല രചനയാണ് ചന്ദായൻ. അപ്പോൾ പെഹല സൂഫി കാവ്യ ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദായാനും പെഹല സൂഫി കവി ആരാണെന്ന് ചോദിച്ചാൽ മുല്ല ദാവൂദുമാണ്. ഇനി ഓരോ എഴുത്തുകാരെ അല്ലെങ്കിൽ ഇതിഹാസകാരെ എടുത്ത് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചാൽ ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഇനി രചനകളൊന്നും നമുക്ക് പരിചയപ്പെടാം. मुल्ला दाऊद रामकुमार वर्मा के अनुसार प्रथम सूफी कविയാണ്. उसका रचना है चंदायन. इस रचना का एक दूसरा नाम है लोर कहा या लोर कदा. അപ്പം ലോർ കഥ എന്ന പേരിലും ലോർ കഹ എന്ന പേരിലും ചന്ദായൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ചില മുല്ല ദാവൂദിൻ്റെ രചനകളുടെ പേര് തന്നു, ഇതിനകത്ത് ഏത് രചനയാണെന്ന് ചോദിച്ചു. ചിലപ്പോൾ ചന്ദായൻ കാണാണ്ട് ഓപ്ഷനിൽ ലോർ കഹയോ ലോർ കഥയോ കാണാറുണ്ട്. അപ്പോൾ അത് മുല്ല ദാവൂദിൻ്റെ രചനയാണ്. ഈ രചനയുടെ ചന്ദായൻ്റെ മറ്റൊരു പേരാണ്. उसका रचनाकाल 1379 ആണ്. മാതാ പ്രസാദ് ഗുപ്ത के अनुसार मूल कथा का नाम लोर कथा या लोर कहा है. അപ്പം അങ്ങനെയാണ് ഇതിന് മറ്റൊരു പേര് വന്നത്. അപ്പോൾ മാതാ പ്രസാദ് ഗുപ്ത പറയുന്നത് ചന്ദായൻ എന്നല്ല മൂലകഥയുടെ പേര്, ലോർ കഥ യാ ലോർ കഹ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ചന്ദായൻ്റെ മറ്റൊരു പേരാണ് ലോർ കഥ യാ ലോർ കഹ. इसका नायक लोर या लोरिक. അപ്പോൾ നായകൻ്റെ പേരാണ് ലോർ യാ ലോറിക്ക്, നായിക ചന്ദ. അപ്പോൾ രണ്ടു പേരിലും പുസ്തകം അറിയപ്പെടുന്നുണ്ട്. ചന്ദായൻ എന്ന പേരിലും അറിയപ്പെടുന്നു, ലോർ കഥ യാ ലോർ കഹ എന്ന പേരിലും അറിയപ്പെടുന്നു. കാവ്യഭാഷ അവധി. അപ്പോൾ ഈ മിക്ക രചനകളും സൂഫി കാവ്യവും കൂടുതൽ എഴുതിയിരിക്കുന്ന അവധിയിലാണ്. ചൈനൈനി ലോകകഥ पर ആധാരിത ഹേ. അപ്പോൾ ലോകകഥ എന്ന് വെച്ചാൽ പ്രചലിച്ച് വരുന്ന നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇങ്ങനെ നാടൻ കഥ എന്നൊക്കെ പറയില്ലേ, അപ്പം അങ്ങനെ ചൈനൈനി ലോകകഥ पर ആധാരിത ഒരു രചനയാണ് നമ്മളുടെ ചന്ദായൻ. ഇനി അടുത്ത് കുതുമ്പൻ പെഹല കവി എന്ന് പറഞ്ഞത് ആരാ? സൂഫി കാവ്യ പെഹല കവി എന്ന് പറഞ്ഞത് രാമചന്ദ്ര ശുക്ല. ആ കുറുക്കൻ മൃഗം രാമചന്ദ്ര ശുക്ല എന്ന് ഓർത്തു വെച്ചാൽ മതി.
അദ്ദേഹത്തിൻ്റെ ഗുരു ഷെയ്ഖ് ഖുർഖാനിയ ബുർഹാൻ എന്ന് കാണാറുണ്ട് ചില സ്ഥലത്ത്. ഷെയ്ഖ് ബുർഹാനിയ ഖുർഹാൻ. उसका रचना मृगावती. रामचंद्र शुक्ल के अनुसार पहला सूफी कवि है. उसका रचना काल 1503 ईस्वी. ഭാഷ അവധിയാണ്. നായക ചന്ദ്രഗിരിക്ക് രാജകുമാറാണ്. നായിക മൃഗാവതി. അപ്പം നായികയുടെ പേരിലാണ് നമ്മൾ പറഞ്ഞതാണ്. സൂഫി കാവ്യങ്ങൾ കൂടുതലും നായികയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നായികയാണ് മൃഗാവതി. കുതുംബൻ ജൗൻപൂർ കെ ഷാസ് ഹുസൈൻ ഷാഖിക്ക് സമകാലീൻ. അപ്പോൾ കുതുംബൻ ഹുസൈൻ ഷാഹിൻ്റെ സമകാലീൻ ആയിരുന്നു. അപ്പം നമ്മുടെ ഈ മസ്നബി ശൈലിയിലാട്ടോ ഇത് രചനകളെല്ലാം എഴുതിയിരിക്കുന്നത്. അതായത് ഈശ്വരനെ സ്തുതിച്ച്, പൈഗംബറിനെ സ്തുതിച്ച്, രാജാവിനെ സ്തുതിച്ച് പിന്നെയാണ് കഥ ആരംഭിക്കുന്നത്. ഈ രചനകളെല്ലാം അങ്ങനെയാണ്. നെക്സ്റ്റ് മഞ്ചൻ്റെ രചനയാണ് മധുമാലതി. അപ്പം അതൊന്നും ഓർക്കാൻ എളുപ്പമുണ്ട്. മാ ചേർത്തല്ലേ കണ്ടും. മഞ്ചൻ മധുമാലതി അതൊരു പേരായിട്ട് പഠിച്ചു വെച്ചാൽ മധുമാലതി മഞ്ചനോ അങ്ങനെ ഒരു പേരായിട്ട് പഠിച്ചു വെച്ചാലും മതി. ഉസ്കാ രചനാകാൽ 1545 ഈസ്വി. നായക് മനോഹറാണ്. കൻസേർ രാജകുമാരനാണ് മനോഹർ. നായിക മധുമാലതി മഹാരസ്കി രാജകുമാരി. ഭാഷ तो അവധി ഹെ. ചന്ദ് യോജന കഡ്വഡ് പത്തി എന്ന് വെച്ചാൽ ദോഹയും ചപ്പായും കൂടിയുള്ള ഇതാണ് കഡ്വഡ് പത്തി ചന്ദ് യോജന. നെക്സ്റ്റ് ഈശ്വർദാസ് നമ്മൾ പറഞ്ഞതാണ്. ഹജാരി പ്രസാദ് ദ്വിവേദിക്ക് അനുസാർ പെഹ്ല സൂഫി കവിയാണ്. അദ്ദേഹത്തിൻ്റെ രചന സത്യവതി കഥ. സൂഫി കാവ്യധാരാക്ക് ഹിന്ദു കവി. അപ്പോൾ അധികതം കൂടുതൽ പേരും മുസൽമാൻ കവികളാണെന്ന് പറഞ്ഞു. അപ്പോൾ സൂഫി കാവ്യധാരയിൽ ഒരു ഹിന്ദു കവിയാണ് ഈശ്വർദാസ്. സിക്കന്ദർ ലോധിക്ക് സമകാലീൻ. അദ്ദേഹം സിക്കന്ദർ ലോധിയുടെ സമകാലീൻ ആയിരുന്നു. उसकी रचना है सत्यवती कथा. समय 1501 ईस्वी. ഹജാരി പ്രസാദ് ദ്വിവേദിക്ക് അനുസാർ പെഹ്ല സൂഫി കവി. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. നായക് ഋതുപർണ്, നായിക സത്യവതി. അപ്പോൾ സത്യവതി നമ്മൾ ഓർത്തിരിക്കും. നായികയുടെ പേര്, കഥയുടെ പേര് അതാണല്ലോ. പക്ഷെ നായക ഒന്ന് ഓർത്തു വെക്കണം. ഋതുപർണ്. ഭാഷാത്തോ അവധി. നെക്സ്റ്റ് ഉസ്മാൻ. അടുത്ത എഴുത്തുകാരനാണ് ഉസ്മാൻ. ഉസ്കി രചന ചിത്രാവലി. ഉസ്മാൻ ചിത്രാവലി 1630 ഈസ്വിയാണ്. ഗുരു ഹാജി ബാബ. നായക് സുജാൻ. നേപ്പാൾ കെ രാജകുമാർ സുജാനാണ് നായക്. നായിക ചിത്രാവലി രൂപ്നഗർ കി ചന്ദ്രസേൻ കി കന്യാ ഹെ. പുത്രിയാണ് ചിത്രാവലി. അപ്പോൾ ചിത്രാവലിയുടെ നായിക ചിത്രാവലിയും നായകൻ സുജാനുമാണ്. അപ്പോൾ നായകന്മാരുടെ പേരൊന്ന് പ്രത്യേകം നോക്കി വെക്കണം. ഭാഷ അവധി തന്നെയാണ്. മുഗൾ ബാദ്ഷാ ജഹാംഗീർ കെ സമകാലീൻ. അപ്പോൾ ജഹാംഗീറിൻ്റെ സമകാലീനായ സൂഫി കവി ആരാണെന്ന് ചോദിച്ചാൽ അത് ഉസ്മാനാണ്. നെക്സ്റ്റ് ഷേഖ് നബി കാ രചന ഹെ ഗ്യാൻ ദീപ്. അപ്പം ഗ്യാൻ ദീപ് ഷേഖ് നബിയുടെ രചനയാണ്. 1619 ഈസ്വിയിലാണ്. നായകാണ് ഗ്യാൻ ദീപ്. അപ്പോൾ ഇതിനകത്തൊരു മാറ്റമുണ്ട്. രചനയുടെ പേര് നായകൻ്റെ പേരാണ്. നായിക ദേവയാനിയാണ്. അപ്പോൾ നായികയുടെ പേരൊന്ന് നോക്കി വയ്ക്കണം. ഗ്യാൻ ദീപിലെ നായിക ദേവയാനി. ഭാഷാത്തോ അവധി ഹെ. മിക്കതും അവധി തന്നെയാണ്. आचार्य रामचंद्र शुक्ल के अनुसार शेख नबी से प्रेम गाथा परंपरा का समाप्ति हुआ. അപ്പോൾ ഈ പ്രേം ഗാഥ സൂഫി കാവ്യത്തിൻ്റെ അവസാനം ഷേഖ് നബിയിലാണ് സംഭവിച്ചതെന്ന് അത് ശുക്ല പറയുന്നതാട്ടോ. ശുക്ലിൻ്റെ രായാണ്. നെക്സ്റ്റ് നൂർ മുഹമ്മദ്. दिल्ली के बादशाह मोहम्मद शाह के समकालीन थे. आचार्य शुक्ल के अनुसार इनकी हिंदी काव्य भाषा का ज्ञान अन्य सभी सूफियों से अधिक था. അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ കൂടുതലും ഉപയോഗിച്ചാൽ അറിവ്, ഹിന്ദി ഭാഷയിലുള്ള അറിവ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അദ്ദേഹത്തിനുണ്ടായെന്നാണ് ശുക്ല പറയുന്നത്. നൂർ മുഹമ്മദിന്. ഉസ്കി രചനായി അനുരാഗ് ബാസുരി പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. 1764 അത് എഴുതിയത്. നായക അന്ധകരനും നായിക സർവമംഗളയാണ്. ഭാഷ അവധി. അപ്പോൾ ആ നായകൻ്റെ പേരും നായികയുടെ പേരും ഡേറ്റും നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ഇന്ദ്രാവതി രചനാകാൽ 1744. നായക് രാജ്കുംവറാണ് നായിക ഇന്ദ്രാവലി എന്ന് പറഞ്ഞാൽ ഇന്ദ്രാവതി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എഴുതാം. ഭാഷ അവധിയാണ്. इंदिरावती को सूफी दर्शन का अंतिम ഗ്രന്ഥ മാനാ ജാത്ത ഹെ. അപ്പോൾ സൂഫി ദർശൻ്റെ അന്തിം ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത് എല്ലാവരും അംഗീകരിച്ചത് ഇന്ദിരാവലിയാണ്. പക്ഷെ ശുക്ല പറഞ്ഞിരിക്കുന്നത് ഷേഖ് നബിയുടെ രചനയാണ്. അപ്പോൾ ഇന്ദിരാവതിയാണ് സൂഫി ദർശൻ കാ അന്തിം ഗ്രന്ഥ
മാനता ഹെ. അപ്പം നമ്മുടെ സൂഫി കാവ്യത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു, ഒരു പകുതിയോളം കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അതായത് ജായ്സിനെ കുറിച്ചിട്ട്. അപ്പം ഇതും പരീക്ഷകൾക്ക് ഇപ്പോൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് വേഗം ഒന്ന് നോക്കണം, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് വരാറുണ്ട്. ഈ സൂഫി കവികളെ കുറിച്ച് മുല്ല ദാവൂദും കുതുമ്പനും അങ്ങനെ ഒരാരും ചോദിക്കാറുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജായ്സി ആയിട്ട് കാണാം, അതായത് സൂഫി കാവ്യം തന്നെ. സൂഫി കാവ്യത്തിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ഹിന്ദി പ്രസൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ധന്യവാദ്.